ഒരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയോട് സംസാരിക്കാണ് ഡോക്ടർ പറയുന്നുണ്ട്, ബാലചന്ദ്രന്റെ മനസ്സിൽ ഒരുപാടധികം വിഷമങ്ങളുണ്ട്, അതൊന്നും പുറത്ത് കാണിക്കാതെ ഒതുക്കി ഒതുക്കി വെച്ചേക്കാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നും പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, അതൊന്നും പുറമേ കാണിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്. എന്താ വൈജയന്തിക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറയുന്നുണ്ട്, എനിക്കെന്ത് തോന്നാനാ, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അതാരാണെങ്കിലും തുറന്നങ്ങ് പറയുമെന്ന് പറയുന്ന സമയത്തിന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ തുറന്നു പറയുന്ന സമയത്തിന് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദനിക്കാറുണ്ടോ എന്ന കാര്യം വൈജയന്തി ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറയാട്ടോ വൈജയന്തി. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് തന്നെയാണ് പ്രശ്നം, ഓപ്പോസിറ്റ് നിൽക്കുന്നതിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും മാഡം നോക്കാറില്ല. ബാലചന്ദ്രൻ ഒരിക്കലും അങ്ങനെയൊന്നുമില്ല, മനസ്സിലുള്ള കാര്യങ്ങൾക്ക് ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തിയപ്പോഴേക്കും അതങ്ങ് പൊട്ടിപ്പോയതാണ്. പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, ഒരു പരിധി കൂടുതൽ പ്രഷർ അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ പൊട്ടിത്തെറിച്ച് പോകുന്നത് നമ്മളെല്ലാവരും കാണാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും വൈജയന്തി അതിനൊക്കെ എതിർത്തുകൊണ്ട് തന്നെ, ബാലചന്ദ്രൻ ഒരിക്കലും അങ്ങനെയല്ല, ബാലചന്ദ്രനെ പറ്റിയിട്ട് വൈജയന്തിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുടെ വാക്കുകൾക്ക് എതിർത്ത് സംസാരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ട്, ഇപ്പോൾ ഏതായാലും ബാലചന്ദ്രൻ്റെ ബെഡ് റെസ്റ്റ് അത്യാവശ്യമാണ്, ഉള്ള സമയം അദ്ദേഹത്തിൻ്റെ മനസ്സിന് കൂടെ സ്വസ്ഥത കൊടുക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അങ്ങോട്ട് ആർഗ്യുമെൻസിനൊന്നും പോവരുത്, പേഷ്യൻ്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കുക, അദ്ദേഹം എന്താണോ ആഗ്രഹിക്കാത്തത് അത് ചെയ്യാതിരിക്കുക. വൈജയന്തി പറഞ്ഞിട്ട്, അദ്ദേഹത്തെ ഞാനാണ് നോക്കേണ്ടത്, ഭർത്താവ് വയ്യാതെ കിടക്കുന്ന സമയത്ത് ഭാര്യയല്ലാതെ മറ്റാരാ നോക്കുക എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ ഡോക്ടർ പറയുന്നുണ്ട്, അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്തു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഭാര്യയാണെങ്കിലും മാറി നിൽക്കണമെന്ന് പറയും. അന്നേരം ഡോക്ടറുടെ വാക്കുകൾ മനസ്സിലാവാതെ വൈജയന്തി ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാലചന്ദ്രന് മാഡത്തിന് എന്തോ അനിഷ്ടമുണ്ട്, അതെന്താ കാരണമെന്നൊന്നും അറിയില്ല, അങ്ങനെ ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ തന്നെ അതെന്താണെന്ന് ഇപ്പം ചോദിക്കരുത്, ഇപ്പം തൽക്കാലം സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുക, അദ്ദേഹം ഏതായാലും ഒന്ന് റിക്കവറായിട്ട് വരട്ടെ, അതിനുശേഷം ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ഡോക്ടർക്ക് എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചിന്തിച്ചു കൊടുത്തിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്നോട് മാത്രം ഒരു ഇഷ്ടക്കേട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, അതിനുള്ള കാരണമൊന്നും എനിക്കറിയില്ല, ഏതായാലും ആ ഒരു കാര്യം പറഞ്ഞ് ആർഗ്യുമെൻസിനൊന്നും പോവരുത്, അദ്ദേഹത്തിന് ഇപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് കൊടുക്കേണ്ടത്, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയെ ഉപദേശിക്കുന്നുണ്ട് ഡോക്ടർ. അന്നേരം വൈജയന്തിയുടെ വായിൽ നിന്ന് വളരെ മോശം രീതിയിലുള്ള പ്രതികരണം തന്നെയായിരിക്കും ഡോക്ടർ കേൾക്കുന്നത്. ഡോക്ടർ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളായി നിങ്ങളുടെ ഭർത്താവായി, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എനിക്ക് മാത്രം ഉപദേശങ്ങളൊക്കെ മതിയോ, പേഷ്യൻറ്റിന് ഉപദേശങ്ങളൊന്നും വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, പേഷ്യൻറ്റിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്, ആവശ്യമില്ലാതെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ്, മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ തന്നെ ആ കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കരുതെന്നും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ആ ഇഷ്ടക്കേടിൽ നിന്ന് മാറി നടക്കണം, ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പേഷ്യൻറ്റിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്തിന് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി അവിടെ നിന്നും എഴുന്നേറ്റ് പോരുകയാണ്. പോരുമ്പോൾ പുറകിലേക്ക് നിന്ന് ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത ചെക്കപ്പ് എന്നാണെന്ന് ചോദിക്കുന്ന സമയത്തിന് അത് ആ ലിസ്റ്റിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എത്ര കാലത്തേക്കാണെന്ന് ചോദിക്കുന്ന സമയത്തിന് 2 ആഴ്ചത്തേക്കാണ് എന്ന് പറയും. പിന്നെ നിങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ കൊടുക്കുന്ന സംരക്ഷണത്തിനും കെയറിങ്ങിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറയും. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഏതായാലും ഇതിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന രീതിയിൽ ഡോക്ടർ ആ നഴ്സിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെ ഡിസ്ചാർജ് ആക്കിക്കൊണ്ട് തന്നെ മനു ആയിരിക്കട്ടോ കൊണ്ടുവിടുന്നത്. എന്നാൽ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു അക്ഷരം പോലും സംസാരിക്കുന്നില്ല. കൃഷ്ണമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്, എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പറയുന്ന സമയത്തിന് മനു പറയുന്നുണ്ട്, നീ തുടങ്ങി വെക്കടി എന്ന് പറയും. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഈ 2ാം ജന്മം ഇനി എങ്ങനെ ജീവിച്ച് തീർക്കണമെന്നതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുകയാണെന്ന് പറയുന്ന സമയത്തന്നെ മനു ചോദിക്കുന്നുണ്ട്, 2ാം ജന്മം എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ ജന്മത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മിച്ചം വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതൊരിക്കലും 2ാം ജന്മം എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. എല്ലാം കൂടെ എങ്ങനെ വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛനോട് ഹാർട്ട് അറ്റാക്ക് വന്നു, അച്ഛൻ അത് റിക്കവർ ചെയ്യുകയും ചെയ്തു, ഇനിയിപ്പോൾ അച്ഛൻ അതുപോലെ തന്നെ മുന്നോട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും പറ്റില്ല മോളെ, ഞാനിപ്പോൾ ഒരുപാടധികം മുന്നോട്ട് പോന്നു കഴിഞ്ഞു, ഇനി ഒരിക്കലും പുറകിലേക്ക് പോകാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്ന സമയത്തിന് കൃഷ്ണമോൾക്ക് ഒന്നും മനസ്സിലാവാതെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കട്ടോ കൃഷ്ണമോള്. അവരങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ ബാലചന്ദ്രൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് വീടൊക്കെ ഇങ്ങനെ ചുറ്റും മൊത്തം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വൈജയന്തി മറ്റൊരു കാറിലായിട്ട് വരുന്നുണ്ട്. വൈജയന്തിയുടെ കാറിലാണെങ്കിൽ രോഹിത്തും അതുപോലെ ബബിതയും ഉണ്ടായിരിക്കും.
അവർ വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങി നിൽക്കുന്ന സമയത്തിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ അലീന അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അലീന വളരെയധികം സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവരെങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രനാണെങ്കിൽ കണ്ണിമ വെട്ടാതെ അലീനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വൈജയന്തി കൊട്ടുന്നതിന് സഹിക്കാൻ കഴിയുന്നില്ല. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? അത് നമ്മുടെ അലീന ചേച്ചിയാണെന്ന് പറയും. മനുവിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ മനു ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ബാലചന്ദ്രൻ ഏതായാലും കുറച്ച് നേരം കൂടെ അലീനയെ നോക്കി നിന്നതിന് ശേഷം അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന സമയത്തിന് അലീനയും പുറകെ കയറി പോവാൻ നോക്കുന്ന സമയത്തിന് വൈജയന്തി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട്, അലീന നീ ഒന്ന് നിന്നേന്ന് പറയും. എന്നിട്ട് പറഞ്ഞിട്ട്, നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നല്ലേ നീ പറഞ്ഞത്? ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് നീ ഇന്ന് തന്നെ പൊയ്ക്കോന്ന് പറയും. അലീന പറഞ്ഞിട്ട്, അല്ലെങ്കിലും ഏത് നിമിഷം ഇറങ്ങാൻ തയ്യാറായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പൊയ്ക്കോളാമെന്ന് പറയും. അകത്തേക്ക് കയറി ചെന്ന ഉടനെ തന്നെ ബാലചന്ദ്രൻ വേഗം പോയിട്ട് റൂം തുറക്കുന്നുണ്ടെങ്കിലും അവിടെ തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കുറച്ചു നേരം. ഇതേ സമയത്തന്നെ അലീന മുറിയിലേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് മുത്തശ്ശിയാണെങ്കിൽ തന്നെത്താനെ പില്ലൊക്കെ റെഡിയായിട്ട് അവിടെ ഇങ്ങനെ നേരെ ഇരിക്കാൻ തുടങ്ങുകയാണ്. അലീന വന്ന് ചോദിക്കുന്നതിന്, ആഹാ തന്നെത്താനെ ഇത്രയൊക്കെ ചെയ്യാനായോ എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, അതെ കുറേ കാലമായില്ലേടി. അലീന പറഞ്ഞിട്ട്, മുത്തശ്ശി ബാലചന്ദ്രൻ സാറ് വന്നു എന്ന് പറയുന്ന സമയത്തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആഹാ വന്നോ, എത്ര ദിവസമായി അവൻ ഇവിടെ നിന്ന് പോയിട്ട്? വൈജയന്തിക്കാണെങ്കിൽ ഇത്ര ദിവസം പരാതിയായിരുന്നു. അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് അവളോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും വഴക്ക് എന്നൊക്കെ പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, മേഡത്തോട് പറഞ്ഞു കൊടുക്കണം മുത്തശ്ശി അങ്ങനെയൊന്നും ചെയ്തരുതെന്ന്. കാരണം ഇപ്പോൾ ബാലചന്ദ്രൻ സാറിന് വന്നിരിക്കുന്നത് ഹാർട്ട് അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് റെസ്റ്റ് വേണം, ബെഡ് റെസ്റ്റ് വേണം. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കട്ടിൽ കിടക്കുക മാത്രമല്ല, മനസ്സിന് നല്ല സമാധാനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. മുത്തശ്ശി പറഞ്ഞിട്ട്, അവൾ അത് കൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അവൾ ഇന്ന് തന്നെ വഴക്ക് തുടങ്ങി വെക്കും. അവൾക്കാണെങ്കിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഇവിടെ നിന്നും ആരോടും പറയാതല്ലേ ബാലചന്ദ്രൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അവൾ ചോദിച്ചു തുടങ്ങും, എങ്ങോട്ടാണ് പോയത്, എവിടെ പോയിട്ട് എന്താണ് ചെയ്തത്, ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് എന്താ മിണ്ടാത്തത്, എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വീണ്ടും ചോദിച്ച് അതിനുള്ള ഉത്തരം അവൾ കണ്ടെത്താൻ ശ്രമിക്കും. അന്നേരം അലീന പറഞ്ഞിട്ട്, അയ്യോ മുത്തശ്ശി അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. മുത്തശ്ശി തന്നെ പറഞ്ഞു കൊടുക്കണം മോൾക്ക്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനിയും അതിനെ എടുത്തെതരുത് എന്നുള്ള കാര്യം മുത്തശ്ശി തന്നെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയാട്ടോ അലീന. ഏതായാലും ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അതിനുശേഷം അലീന പറഞ്ഞിട്ട്, മുത്തശ്ശി ഞാൻ ഇന്ന് തന്നെ പോകും കേട്ടോ എന്ന് പറയും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് ഇന്ന് തന്നെ പോകണോ? നീ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യമൊക്കെ ആരാ നോക്കുന്നതെന്ന് ചോദിക്കും. അലീന പറഞ്ഞിട്ട്, മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം, മറ്റേതെങ്കിലും ഹോം നേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഒരു രോഗിയും കൂടെ വന്നില്ലേ ബാലചന്ദ്രൻ, അപ്പോൾ പിന്നെ ബാലചന്ദ്രനെ ആരാ നോക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം അലീന പറഞ്ഞിട്ട്, അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറല്ല. ഞാൻ ഏതായാലും ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോവാണെന്നൊക്കെ പറയുന്ന സമയത്തിന് മുത്തശ്ശിക്ക് ആകെ സങ്കടമായിരിക്കും. ബാലചന്ദ്രനാണെങ്കിൽ മുറിയിലേക്ക് വന്ന് അതിങ്ങനെ തുറന്നു നോക്കിയിട്ട് കുറേ നേരം അത് തന്നെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം റൂം അങ്ങ് അടക്കും. അന്നേരം വൈജയന്തി വന്ന് ചോദിക്കുന്നത്, അതെന്തിനാ റൂം അടച്ചത്, എന്താ അതിലേക്ക് കയറുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ലാന്ന് പറയട്ടെ ബാലചന്ദ്രൻ, അതെന്താ കാരണമെന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞത്, ഇന്ന് തൊട്ട് ഇതെൻ്റെ ബെഡ്റൂമല്ല. പിന്നെ ആരുടെ ബെഡ്റൂമാണെന്നിങ്ങനെ ദേഷ്യപ്പെട്ട് വൈജയന്തി ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞത്, അത് നിന്റെ ബെഡ്റൂമാണ്, നിന്റെ മാത്രമെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പിന്നെ എവിടെയാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാമെന്ന് പറയും. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ പോയി കിടന്നാൽ പിന്നെ ആരാണ് അച്ഛനെ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്നെ ആര് നോക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ബബിതയും ചോദിക്കുന്നത്, അച്ഛൻ ഇപ്പം നല്ല രീതിയിൽ റെസ്റ്റ് വേണ്ടതല്ലേ, അച്ഛൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരാ നോക്കുന്നത്, അച്ഛനെ ഈ സമയത്ത് നോക്കേണ്ടത് അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അങ്ങനെയൊന്ന് നോക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ ആര് നോക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്, അതെന്താണെന്ന് നിനക്കിപ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. ബബിത പറഞ്ഞിട്ട്, അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ അച്ഛൻ ഹോസ്പിറ്റലായി, ഇപ്പോഴേ അച്ഛൻ മാറിക്കിടക്കുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന സമയത്തിന് കൃഷ്ണമോളോട് ചോദിക്കും. കൃഷ്ണമോള് പറഞ്ഞിട്ട്, എനിക്ക് ഏതായാലും മനസ്സിലായി. അമ്മയുടെ കൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ അനാവശ്യമായിട്ട് ഇങ്ങനെ ചൊറിയാൻ വരും. അമ്മ വെറുതെ അനാവശ്യമായിട്ട് എല്ലാ കാര്യത്തിനും ഇങ്ങനെ ചൊറിയാൻ വരും, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാണ് കൃഷ്ണമോള്. ഇപ്പം മനസ്സിലായല്ലോ, എങ്കിൽ വാ നമുക്ക് മുകളിലേക്ക് പോവാമെന്ന് പറയും. അപ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് വൈജയന്തി പറഞ്ഞിട്ട്, അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ തന്നെ അങ്ങ് കിടന്നേക്കണം, പിന്നീട് ഒരിക്കലും താഴേക്ക് വന്നേക്കരുത് എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ്റെ ദേഷ്യം വന്നുകൊണ്ടതിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അങ്ങനെ താഴേക്ക് വന്നേക്കരുത് എന്ന് പറയാൻ ഇത് നിന്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ പണിയിച്ചു തന്ന വീടൊന്നും, ഇത് ബാലചന്ദ്രൻ സ്വന്തം കാശ് മുടക്കി പണിത വീടാണ്. മാത്രമല്ല ഇന്നേ വരെ ഞാൻ നിന്റെ അച്ഛനിൽ നിന്ന് ഒരു രൂപ പോലും പാരിതോഷികമായിട്ടോ സ്ത്രീധനമായിട്ടോ വാങ്ങിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട എന്ന രീതിയിലൊരു നോട്ടം നോക്കിയതിനു ശേഷമായിരിക്കട്ടെ ബാലചന്ദ്രൻ മേലേക്ക് കയറി പോകുന്നത്. ബാലചന്ദ്രൻ്റെ വാക്കെല്ലാം കേട്ടിട്ട് ദേഷ്യം അടക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും വൈജയന്തി.
എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും അലീന അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ആ ഒരു ദേഷ്യം മുഴുവൻ അലീനയോടായിരിക്കട്ടോ വൈജയന്തിക്ക് തോന്നിപ്പോകുന്നത്. ബാലചന്ദ്രൻ ഏതായാലും കൃഷ്ണമോളെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് കൃഷ്ണമോളോട് പറഞ്ഞിട്ട് ഇനി തൊട്ട് ഇതാണ് അച്ഛൻ്റെ റൂം, അതുകൊണ്ട് താഴത്തെ റൂമിൽ അച്ഛൻ്റേത് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ നീ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരണമെന്നും പറയും. കൃഷ്ണമോള് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ, അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് അതൊക്കെ നോക്കാൻ എനിക്കറിയാമെന്നായിരിക്കും ബാലചന്ദ്രൻ പറയുന്നത്. കൃഷ്ണമോള് വീണ്ടും ചോദിക്കുന്നത് അച്ഛൻ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, അച്ഛന് 3 നേരം താഴേക്ക് ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല, 3 നേരത്തിനുള്ള ഫുഡ് എനിക്ക് ഹോം നേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് പറയും. ഹോം നേഴ്സോ, അതാരാ, അലീന ചേച്ചിയാണോന്ന് കൃഷ്ണമോള് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ഒരു പുഞ്ചിരിയോടുകൂടി ചോദിക്കുന്നുണ്ട്. അവളല്ലാതെ പിന്നെ ഇവിടെ വേറെ ഏത് ഹോം നേഴ്സാടി ഉള്ളത് എന്ന് ചോദിക്കും. കൃഷ്ണമോള് വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും അച്ഛൻ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യം താഴെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബെല്ല് വെക്കും, ആ ബെല്ലിൻ്റെ കയ്യെത്തും ദൂരത്ത് തന്നെ വെക്കും, അപ്പം പിന്നെ കുഴപ്പമില്ലെന്നോ എന്ന് പറയും. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ആഹാ, അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാം ആലോചിച്ച് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയും. അങ്ങനെ കൃഷ്ണമോൾ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടെങ്കിലും അച്ഛൻ ആകെ അവശനിലയിലായതുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. പോകുന്നതിന് മുൻപേ തന്നെ ബാലചന്ദ്രൻ വീണ്ടും കൃഷ്ണമോളോട് പറഞ്ഞിട്ട് മോൾ ഒരു കാര്യം കൂടി ചെയ്തേ, ഒരാൾ പോലും അനുവാദമില്ലാതെ ഇതിൻ്റെ അകത്തേക്ക് കയറിയേക്കരുതെന്ന്. അങ്ങനെ കൃഷ്ണമോള് താഴേക്ക് വരുന്ന സമയത്തിന് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വൈജയന്തി ആണെങ്കിൽ ഈ സമയത്ത് ദേഷ്യം മുഴുവൻ അലീനയോടായിരിക്കും തീർക്കുന്നത്. ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് പടിയിറങ്ങി പോകണം, പിന്നെ നീ കാരണമാണ് ബാലചന്ദ്രൻ എന്നെ ഇത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ വൈജയന്തി സംസാരിക്കുന്നത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല ബാലചന്ദ്രൻ മുകളിൽ നിന്നുകൊണ്ട് തന്നെ അലീനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് അതെ, ഇന്ന് മുതൽ നീ അമ്മയുടെ കാര്യം മാത്രമല്ല എൻ്റെ കാര്യം കൂടെ നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറയും. അന്നേരം വൈജയന്തിക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ വൈജയന്തി ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോഴായിരിക്കട്ടെ ഫോൺ ചെയ്യലെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ മനു അങ്ങോട്ടേക്ക് വരുന്നത്. മനു അത് സൗമ്യമായിട്ട് സോൾവ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നീട് ഉടനെ തന്നെ ബാലചന്ദ്രൻ നേരെ അലീനയെ മുറിയിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നിനക്ക് സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്തിന് അലീനക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അലീന എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഈ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഇത്ര കാലം നീ വൈജയന്തിയെ നിന്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയല്ലേ കണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദ്യം അലീന ഒന്നിങ്ങനെ പറയാൻ മടിച്ച് നിൽക്കുമായിരിക്കും. എന്നാൽ ബാലചന്ദ്രൻ എല്ലാ സത്യവും മനസ്സിലാക്കിക്കൊണ്ടാണ് തന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള കാര്യം പിന്നീട് ബാലചന്ദ്രൻ ചോദ്യത്തിൽ നിന്നും അലീനക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ വൈജയന്തി നിന്റെ സ്വന്തം അമ്മയായിരുന്നുല്ലേ, വൈജയന്തിക്ക് പിറന്ന മകളാണല്ലേ നീ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെങ്ങനെ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.